സുജിടെക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സംഭവമായിട്ട് വന്നിട്ടുള്ളത് കണ്ട ഇതെന്താ സംഭവം ഞാൻ പറയുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പൊ വീഡിയോക്ക് പോകണമെങ്കിൽ മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. വീഡിയോ നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ചെയ്തതാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് വിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുള്ളത് 2 ഇഞ്ച് PVC പൈപ്പാണ്. കണ്ടത് 2 ഇഞ്ച് PVC പൈപ്പാണ്. നമ്മളൊരു 9 ഇഞ്ചിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം. പിന്നെ ഇതൊരു അലുമിനിയത്തിൻ്റെ പൈപ്പാണ് കേട്ടോ. ഇത് നമ്മളെ ഫാബ്രിക്കേഷൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. ഒരു അലുമിനിയത്തിൻ്റെ പൈപ്പാണ്, സ്ക്വയർ പൈപ്പ്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിൽ നമ്മൾ പൈപ്പിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി അലുമിനിയം പൈപ്പ് ഒന്ന് വെച്ച് വരച്ചിട്ട് അതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് അത്ര അളവിൽ വേണമെന്നില്ല, അലുമിനിയം പൈപ്പിനെ കാട്ടിയും കുറച്ച് കൂടുതൽ വായ്വട്ടമായിട്ട് കട്ട് ചെയ്തെടുക്കണം. PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ അലുമിനിയം പൈപ്പ് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കട്ട് ചെയ്യണം. നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ, പൊടിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് കാണിച്ചില്ല. അപ്പോൾ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളെ അലുമിനിയം പൈപ്പ് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, അലുമിനിയം പൈപ്പ് അതിൽ ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരു ബാക്കിൽ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അലുമിനിയം പൈപ്പ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. PVC പൈപ്പും അലുമിനിയം പൈപ്പും കൂടിയിട്ട് നമ്മളൊരു സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമ്മളെ ബൾബ്. ഇത് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. 20 രൂപ വരുന്നുള്ളൂ. 9 വാൾട്ടിൻ്റെ LED ആണ് ഇത്, LED ബൾബ്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട് ഈ LED ബൾബ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ LED. അപ്പോൾ ഈ 3 LED ആണ് നമ്മൾ വയ്ക്കുന്നത്, 9 വോൾട്ടിൻ്റെ 3 LED. അപ്പോൾ നമ്മൾ ആ സെൻറ്ററത്തെ ഹോളാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡ്രില്ല് വെച്ച് തുളച്ചെടുക്കണം. എന്താ നമ്മൾ 3 ഹോള് അടിച്ചിട്ടുണ്ട്. ആ LED സെൻറ്ററിലായിട്ട് വലിയ ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് 2 വയർ വേണം. 2 വയർ എടുത്തിട്ട് ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ കണക്ഷൻ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ LED ബൾബ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ന്യൂട്രും ഒരു N-ഉം ഒരു L-ഉം കാണും. അപ്പോൾ L-ൽ റെഡ് വയറും കൊടുക്കുക, N-ൽ ബ്ലാക്ക് വയറും കൊടുക്കുക, ഷോൾഡർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3-നും 3 കണക്ഷനായിട്ട് കൊടുക്കണം. 3 ലൈറ്റിനും 3 കണക്ഷനായിട്ട്, ഒരേ കണക്ഷനല്ല, 3 കണക്ഷനായിട്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിലതാ ഷോൾഡർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഷോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷോൾഡർ ചെയ്യണം. ആ സെൻറ്ററിലെ വയർ അവിടെ കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ റെഡ് വയറാണ് എടുത്തിട്ട് ഷോൾഡറിങ്ങിന് ലിഡൊന്ന് അപ്പോൾ നമ്മൾ ലിഡ് പിടിച്ചിട്ടുണ്ട് ഷോൾഡറിങ്ങിൻ്റെ. മറ്റേ അല്ലേ, ആണിത് സാധനം. അപ്പോൾ ലേശം ഉരുക്കി പിടിപ്പിച്ച് ഇനി നമ്മളെ ഈ ഷോൾഡറിങ് ചെയ്യാനുള്ള ഭാഗത്ത് വെച്ചിട്ട് ഷോൾഡർ ചെയ്യാം. 2 LED മേലെ 2 ഇത് കാണും, ഒന്ന് N-ഉം ഒന്ന് L-ഉം. അപ്പോൾ L-ൽ റെഡ് വയറും N-ൽ ബ്ലാക്ക് വയറും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ അടുത്ത വയറും കൂടി ഷോൾഡർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് റെഡ് വയർ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് വയറും കൂടി ഷോൾഡർ ചെയ്തു. ഷോൾഡറിങ് കഴിഞ്ഞിട്ടോ, കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക്. ഇനി നമുക്ക് ഈ വയർ ഇതിൻ്റെ സെൻറ്ററിലെ ഹോളിൽ കൂടെ ബാക്കിലേക്ക് എടുക്കണം, ഈ ലൈറ്റിൻ്റെ ബാക്കിലേക്ക്. അപ്പോൾ അത് വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിൽ കൂടെ ഈ വയർ കയറ്റി വയ്ക്കണം, എന്നിട്ട് പുറത്തേക്ക് എടുക്കണം വയർ.
കൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി അതുകൊണ്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ആ ലൈറ്റ് അതിൽ സെറ്റ് ചെയ്യണം. അതോ വയറ് വലിച്ചെടുത്തിട്ട് നമ്മൾ കൂടെ. അപ്പോൾ നമ്മൾ ആ അലുമിനിയം ഫ്രെയിമിൽ വെച്ച്. അപ്പോൾ ഇനി അടുത്തത് ഇനി 2 എണ്ണം കൂടി ഉണ്ട്. ആ 2 എണ്ണം കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒരു ഏകദേശം അളവിൽ വയർ ഇങ്ങനെ കണ്ടിട്ട് മുറിക്കണം. അപ്പോൾ അതാ വയർ ഞാൻ മുറിക്കുകയാണ്. പുറത്തേക്ക് ഒരു ഏകദേശം അളവിൽ ഞാൻ മുറിച്ച് നമ്മളുടെ ഒരു ഐഡിയക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ വയർ മുറിച്ച് ഇനി നമ്മളിതാ അടുത്തത് 3ാമത്തെ ലൈറ്റും കൂടി സെറ്റ് ചെയ്യാൻ പോവാണ്. അതപ്പോൾ 3ാമത്തെ ലൈറ്റിൻ്റെ വയറും കൂടിയും നമ്മൾ കണക്ഷൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ 3ാമത്തെ ലൈറ്റും കൂടി ഫിറ്റ് ചെയ്ത്. അപ്പോൾ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഓരോ സപ്പോർട്ട് അനുസരിച്ചിട്ടാണ് എനിക്ക് ഇതിൽ വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി എല്ലാം നമ്മൾ ബ്ലാക്ക് കണക്ഷൻ എല്ലാതും കൂടി 3 കണക്ഷനും കൂടി പിരിച്ച് കൊടുത്തിട്ടുണ്ട്. റെഡ് അതുപോലെ തന്നെ 3 വയറും കൂടിയിട്ട് പിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഷോൾഡർ ചെയ്തെടുക്കണം. ബ്ലാക്ക് 3 വയർ വരും. 3 ലൈറ്റിൻ്റെ കണക്ഷൻ ബ്ലാക്ക് എല്ലാ 3 വയറും കൂടിയിട്ട് കൊടുക്കുക. പിന്നെ റെഡ് 3 വയറും കൂടിയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരു സിംഗിൾ കണക്ഷൻ ആക്കി എടുക്കണം. നമുക്ക് ഹോൾഡറിൽ പ്ലഗ് ഹോൾഡറിൽ കുത്താനും കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒറ്റ കണക്ഷൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ അത് 3 കണക്ഷൻ്റെയും കൂടിയിട്ട് ഒരുമിച്ച് പിരിച്ച് കൊടുത്ത് ഇനി അതൊരു ഒറ്റ കണക്ഷനായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഈ 2 വയർ എടുത്തിട്ട് ഒറ്റ കണക്ഷൻ ആക്കാൻ പോവാണ്. ആ 3 വയറിലേക്കും നമ്മൾ ഒറ്റ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലൊരു ഹോളിട്ട് അലുമിനിയം പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇനി നമ്മൾ പുറത്തു കൂടെ എടുത്തിട്ട് ആ 3 കണക്ഷൻ ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ 2 വയറിട്ടുണ്ട്, റെഡും ബ്ലാക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ വയറൊന്ന് ഷോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്യാണ്. നമ്മുടെ പഴയൊരു PVC പൈപ്പ് കേട്ടോ, പെയിൻ്റൊക്കെ ആയിട്ടുള്ള ഒരു പഴയ PVC പൈപ്പാണ്. ഇതിപ്പോൾ നമ്മൾ കറണ്ടിനാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിത് ബാറ്ററി ആക്കും, റീചാർജബിൾ എമർജൻസി ലാമ്പ് പോലെ. ആ വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം. നമുക്കിതിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഇതൊരു എമർജൻസി ടൈപ്പിൽ ഇനി ആക്കണമെന്നുണ്ട്. അപ്പോൾ വലിയ സിമ്പിളായുള്ള വർക്കാണ് കേട്ടോ. നമ്മൾ ബാറ്ററി കണക്ഷൻ ആക്കിയാൽ മതി. AC മാറ്റിയിട്ട് DC ആക്കിയാൽ മതി. അതായത് ബാറ്ററി കണക്ഷൻ ആക്കുക. ഇപ്പോൾ നമ്മളിത് AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാറ്ററി കൊടുത്താൽ DC കണക്ഷൻ ആകും. അപ്പോൾ നമുക്ക് എമർജൻസി ആക്കി എടുക്കാം. DC കണക്ഷൻ ആക്കി കഴിഞ്ഞാൽ റീചാർജബിൾ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി ആക്കത്. അപ്പോൾ നമ്മളത് ഷോൾഡർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. ആ 2 ഷോൾഡർ ചെയ്ത ജോയിൻ്റ് ഇല്ലേ, അതൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. ഇതാ നമ്മൾ ടാപ്പ് വെച്ച് ഒട്ടിക്കണം നമ്മൾ. അപ്പോൾ ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് രണ്ടും. ഇനി എവിടെയെങ്കിലും തട്ടി ഷോർട്ട് ആവേണ്ട വെച്ചിട്ടാണ് നമ്മളപ്പോൾ ഇൻസുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 വയർ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ആരും ഇതൊന്നും ചെയ്ത് നോക്കരുത് കേട്ടോ. കറണ്ടിൻ്റെ സാധനമാണ്. അപ്പോൾ കറണ്ടൊക്കെ ഷോക്കൊക്കെ അടിക്കാൻ ഭയങ്കര ഇതുണ്ടാവും. അപ്പോൾ ഷോക്ക് അടിക്കും. അപ്പോൾ കുട്ടികളാരും ചെയ്യരുത്.
കറണ്ടിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒന്ന് ചെറുതായി തട്ടിയാൽ മതി, അപ്പോൾ കറണ്ട് അടിക്കും. നമ്മളത് അത്രയും സേഫായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതാ നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വയറിൻ്റെ തലപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് കത്തിച്ച് നോക്കാൻ പോവുകയാണ്. ഇത് കത്തുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഒന്ന് കത്തിച്ച് കൊടുക്കണം നമ്മൾ. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. നേരത്തെ ഒന്നും കത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് പ്രകാശിക്കുന്നുണ്ട് കേട്ടോ. കണ്ട 3 ലൈറ്റും നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി വർക്കുണ്ട്, ആ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം നമ്മളെ ഫാൻസി ലാമ്പൊക്കെ ഉണ്ടാക്കിയില്ലേ, നമ്മൾ പി വി സി ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ മോട്ടറിൻ്റെ വൈൻഡിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനാണ്. നമ്മളെ കടയിൽ പോയി പറഞ്ഞാൽ കിട്ടും നമുക്ക്. ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ മോട്ടറിൻ്റെയും അതുമാതിരി ഓരോ സാധനങ്ങളൊക്കെ വെക്കില്ലേ, ഗ്രൈൻഡറിൻ്റെ ഓരോ സാധനങ്ങൾ, ടൂൾസ് കടയൊക്കെ, അവിടെയൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇത് PVC ഷീറ്റാണ്. അപ്പോൾ ഇതൊന്ന് മേടിക്കാം. ഇതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മേലെ വെച്ച് കവർ ചെയ്യാം. നമ്മളിതിന് മുന്നേ ഒരു ഫാൻസി ലാമ്പൊക്കെ ചെയ്തിരുന്നു, അതിൽ ഉണ്ട് ഇത് PVC ഷീറ്റ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും ഇത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ PVC ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കറക്റ്റ് അളവ് നീളം എടുക്കണം. അപ്പോൾ നീളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് നീളമാവണ്ട, കുറച്ച് കയറി നിന്നോട്ടെ ഉള്ളിലോട്ട്. എന്നാലും നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിൽ രണ്ട് സൈഡിലായിട്ട് എൻഡ് ക്യാപ്പ് ഇടാണ്ട്, 2 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് അളവിൽ വേണ്ട, കുറച്ചിട്ട് ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര ഉറപ്പാണ് കേട്ടോ ഇത് PVC ഷീറ്റ് ഭയങ്കര ഉറപ്പാണ്, ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷെ ഇത് എത്ര ചൂടായാലും പൊട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും, ഉരുകി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുവിധം ചൂടൊക്കെ നമുക്കിത് താങ്ങി നിർത്തും. അതാണ് നമ്മൾ ഈ PVC ഷീറ്റ് തന്നെ മേടിച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ വെച്ചിട്ട് എൻഡ് ക്യാപ്പ് ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് എൻഡ് ക്യാപ്പ് നമുക്ക് ഇടാൻ കഴിയണില്ല, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കൊടുക്കണം. പുറത്തു കൂടെ വയ്ക്കൽ വൻ പരാജയമായി പോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക.
ഒന്ന് മടക്കി പിടിച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതി. കണ്ട, അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് രണ്ട് സൈഡിൽ 2 എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ബ്ലോക്ക് ചെയ്ത് ഇനി മറ്റേ സൈഡിലാണ്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡിലും ഒരു എൻഡ് ക്യാപ്പ് ഇട്ട് ഇനി നന്നായിട്ടൊന്ന് അടയ്ക്കണം. ഇത് അമർത്തി പ്രസ് ചെയ്ത് അടയ്ക്കണം. അപ്പോൾ നമ്മൾ അടച്ച് അപ്പോൾ നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാണ് നമുക്കൊരു ലാമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വാളിൽ വേണമെങ്കിൽ വാളിൽ ഉപയോഗിക്കാം, പുറത്ത് വേണമെങ്കിൽ പുറത്ത് ഉപയോഗിക്കാം, സീലിങ്ങിൽ വേണമെങ്കിൽ അതും ചെയ്യാം. നമുക്കൊരു ക്ലാമ്പും ബ്രാക്കറ്റ് അതിൽ ഉണ്ടാക്കിയാൽ മതി. കണ്ട, നല്ല അടിപൊളി കത്തണില്ലേ സംഭവം. നമ്മൾ ഹാൻഡ് മെയ്ഡാണെന്ന് അറിയുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ച പോലെ ഇല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ നമ്മളെ മനോഹരമായ ഒരു ലാമ്പ്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു ക്ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുമരുമ്പിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ നോക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ആ ഓൾ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.